നമസ്കാരം, എൻ്റെ പേര് റീബ. ഞാൻ കൊട്ടാരക്കരയിൽ താമസിക്കുന്നു. ഇപ്പം ഡയറി ഫാം ഇൻസ്ട്രക്ടറായി പാമ്പാടി ബ്ലോക്കിൽ വർക്ക് ചെയ്യുന്നു. ടെക്നിക്കൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്നെ ഒരുപാട് മാസ്റ്റർ കീ അക്കാഡമി സഹായിച്ചിട്ടുണ്ട്. പ്രധാനമായും എക്സാംസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ടോപ്പിക്കായ ഡയറിയിലെ നോട്ട്സ് കളക്ട് ചെയ്യാനും മാസ്റ്റർ കീ അക്കാഡമി സഹായിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഗവൺമെൻറ് സർവീസിലേക്ക് എനിക്ക് കയറാൻ സഹായിച്ചതിൽ മാസ്റ്റർ കീ അക്കാഡമി ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സർവീസിലേക്ക് ജോലിക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ലൊരു ചോയ്സായിട്ട് ഞാൻ മാസ്റ്റർ കീ അക്കാഡമി റെക്കമെൻഡ് ചെയ്യുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ 2024 നടന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയിൽ മാസ്റ്റർ കീ അക്കാഡമിയിൽ പഠിച്ച് ഉന്നത വിജയം കൈവരിച്ച് ജോലിയിൽ പ്രവേശിച്ച റീബ രാജുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് റീബ രാജുവിനെ പറ്റി കൂടുതൽ അറിയാനും അതേപോലെ തന്നെ ഈ ഉന്നത വിജയം കൈവരിച്ചതിന് ആശംസകൾ പറയാനും വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ 2024 നടന്ന പരീക്ഷയിൽ 100-ലധികം ഉദ്യോഗാർത്ഥികളെ മെയിൻ റാങ്ക് ലിസ്റ്റ് എത്തിച്ച സ്ഥാപനമാണ് മാസ്റ്റർ കീ അക്കാഡമി. അപ്പം ഈ കൂട്ടത്തിൽ ഒരു ഉദ്യോഗാർത്ഥിയാണ് റീബ രാജു. അപ്പം റീബ രാജുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. അപ്പം എവിടെയൊക്കെയായിരുന്നു പഠിച്ചത്? ഡിഗ്രിയൊക്കെ പഠിച്ചത് എവിടെയായിരുന്നു? ഞാൻ ഡിഗ്രി പഠിച്ചത് SM കോളേജ്, അതുപോലെ തന്നെ MSc ആലപ്പുഴയിൽ, പിന്നെ ഞാൻ BEd എടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് മാറിവാനിയൂസിൽ. പിന്നെ നമ്മുടെ ഈ ഡയറി ഫാം കഴിഞ്ഞ വട്ടം വിളിച്ചപ്പോഴായിരിക്കും ആദ്യമായിട്ട് എക്സാമിനെ പറ്റി അറിഞ്ഞാൽ അല്ലേ? 2024 നോട്ടിഫിക്കേഷൻ വന്നേ. അപ്പോൾ ഈ മാസ്റ്റർ കീ അക്കാഡമിയിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടെ? അപ്പോൾ എങ്ങനെ ഇപ്പോൾ യൂട്യൂബ് വഴി കണ്ടതാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തതാണോ? നമ്മുടെ അക്കാഡമിയെ പറ്റി എങ്ങനെ അറിഞ്ഞേ? അല്ല, ഞാൻ ആദ്യം തന്നെ പഠിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പം ഞാൻ ആദ്യമേ സിലബസ് ഒക്കെ നോക്കി, കാരണം എനിക്ക് പരിചയമായ ടോപ്പിക്കൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ കുറച്ചൊക്കെ പഠിച്ച്, പക്ഷേ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്ത് നോക്കാം, കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെയ്തപ്പം യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്ത് ഫ്രീ ക്ലാസ് ആദ്യം ഞാൻ പ്രിഫർ ചെയ്തത്. പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലായി അതിനകത്ത് കവർ ആവത്തില്ല. അപ്പോഴാണ് മാസ്റ്റർ കീയുടെ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞതും അത് യൂട്യൂബ് വഴിയാണ്. പിന്നെ ക്ലാസ്സുകളൊക്കെ എത്രത്തോളം പ്രയോജനപ്പെട്ടു? ഈ പറഞ്ഞ കണക്കാണ്. അപ്പൊ ആദ്യം ഞാൻ സിലബസ് വെച്ച് ടെക്സ്റ്റ് വെച്ച് പഠിച്ച് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിച്ചു നോക്കി. അപ്പോഴീ മാസ്റ്റർ കീ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ച് വെച്ചിട്ട് അതിൻ്റെ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ടോപ്പിക്ക് ക്ലാസ് മാസ്റ്റർ കീയുടെ ക്ലാസ്സുകളുണ്ട്. ഓട്ടിച്ച് ആദ്യമായി 2 വീക്സിലിട്ട് ഞാൻ കണ്ടത്, കാരണം സമയം ലാഭിക്കാൻ. അതിനുശേഷം എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടത് മാസ്റ്റർ കീയുടെ മെയിനായിട്ട് ഞാൻ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ കീ ചെയ്തത്. പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും ആ പരീക്ഷയിൽ റാങ്ക് കൊടുക്കുമല്ലോ. അപ്പൊ അതെനിക്കൊരു 10-20ാമത്തെ റാങ്കിലൊക്കെ വരുമ്പോൾ പിന്നെ ഞാൻ അടുത്ത എക്സാം എങ്ങനെയെങ്കിലും ആ ടോപ്പിക്ക് കവർ ചെയ്ത് അടുത്ത എക്സാം എഴുതിയിട്ട് അതിങ്ങനെ 10-ലും 15-ലും ഉള്ളിലാക്കും എന്ന് നോക്കി. അതായിരുന്നു കൂടുതൽ എനിക്ക് പ്രയോജനപ്പെട്ടത് മാസ്റ്റർ കീയുടെ എക്സാംസ്. അപ്പോൾ എല്ലാവരും കേട്ട് കാണുമല്ലോ. അപ്പോൾ നമ്മൾ മാസ്റ്റർ കീ അക്കാഡമി ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. ഡയറി ഫാം ഇൻസ്ട്രക്ടറിന് വേണ്ടി കൃത്യമായ എക്സാംസ്. അപ്പോൾ കൃത്യമായ എക്സാം എഴുതിയോണ്ട് മാത്രമാണ് റീബയ്ക്ക് ഇത്രയും ഉന്നതമായ റാങ്ക് കിട്ടുകയും അതേപോലെ തന്നെ ജോലി പ്രവേശിക്കാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ഇതൊരു പാഠമാക്കണം. നമ്മൾ ഏതൊരു കോഴ്സ് ജോയിൻ ചെയ്താലും നമ്മൾ കൃത്യമായിട്ട് എക്സാം നടത്തും. കൃത്യമായിട്ട് നിങ്ങൾ എക്സാം എഴുതണം. അതേപോലെ തന്നെ നമ്മൾ എക്സാം എഴുതിയതിന് ശേഷം ഏതൊരു കോഴ്സിൻ്റെയും അതുപോലെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരു പ്രചോദനമാണ്. ചിലപ്പോൾ ഒരു വീക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 100ാമത്തെ റാങ്ക് ആയിരിക്കാം, അടുത്ത വീക്കിൽ 200 ആയിരിക്കാം, ചിലപ്പോൾ അടുത്ത വീക്കിൽ 50 ആയിരിക്കാം. അപ്പോൾ ഓരോ വീക്ക് കഴിയുന്തോറും നിങ്ങൾക്ക് സ്വയം ഇമ്പ്രൂവ് ചെയ്ത് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. അപ്പോൾ ഈ ഒരു ജോലി ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ. ആ ആഗ്രഹം സ്വയമേ വന്നതാണോ അതോ വീട്ടിൽ ആരെങ്കിലും പ്രചോദനം ചെയ്യാനുണ്ടായിരുന്നോ? അല്ല, മാരേജിന് മുമ്പ് ഗവൺമെന്റ് ജോലി വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത്ര തീവ്രതയില്ലായിരുന്നു. അപ്പം മാരേജിന് ശേഷമാണ് ഹസ്ബൻഡിന്റെ ഒരു പ്രചോദനം. ഹസ്ബൻഡ് പറഞ്ഞു. അത് മാത്രമല്ല, പ്രധാനമായിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ അതുപോലെ സപ്പോർട്ട് ചെയ്തു. കാരണം 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ കോച്ചിങ്ങിന് പോയത്. അപ്പം അമ്മ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു. പിന്നെ അമ്മയ്ക്കൊരു ഭയങ്കര ഇതുണ്ടായിരുന്നു, ഞാൻ ജോലി മേടിക്കണമെന്ന്. അപ്പം അമ്മയുടെ സപ്പോർട്ടും ഒരുപാടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിനെ ഓരോ പരീക്ഷയും കഴിയുമ്പോൾ ഞാൻ വന്ന് പറയും ഇങ്ങനെ, അച്ചാച്ചാ എനിക്ക് ഇത്ര റാങ്കുള്ളൂ, എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അച്ചാച്ചനാണ് പറയുന്നത് നീ അടുത്ത പരീക്ഷ എഴുതി നോക്കി. എന്നിട്ട് ഞാൻ അച്ചാച്ചനോട് റാങ്ക് പറയാനായിരുന്നു. കാരണം അച്ചാച്ചനെ കോൺഫിഡൻസ് ആക്കാൻ വേണ്ടിയിട്ട്
ഞാൻ കുറച്ച് എക്സാംസ് പിന്നെ അതായിരുന്നു ഞാൻ മെയിൻ എനിക്ക് എക്സാംസ് ആയിരുന്നു. ഇങ്ങനെ റാങ്കിലെ പേരൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു പറയുമായിരുന്നു ചേച്ചനോട്. ചേച്ചി ഈ കുട്ടിക്ക് ഇത്ര മാർക്കുണ്ട്, എനിക്ക് ഇത്രയേ ഉള്ളൂ, അങ്ങനെ ഇത്ര റാങ്ക് ഉള്ളൂ, ഇത്ര പോസ്റ്റ് ഒഴിവേ ഉള്ളൂ, ഇപ്പം എനിക്ക് കിട്ടത്തില്ല, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് അതിൽ നിന്ന് പിന്നെ കുറെ കൂടെ പഠിച്ചാൽ ഞാൻ എഴുതിയത്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുമല്ലേ ഇപ്പോൾ? ചേച്ചൻ സ്കൂളിലോ സാർ. ഈ പലർക്കും ഒരു സംശയമുണ്ട് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ പുതിയതായിട്ട് നമുക്ക് 8ാമത്തെ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ എൻക്വയറി ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ ജോലി എന്താണെന്ന് അറിയത്തില്ല. ഒരു പേര് കേൾക്കുമ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്താണ് ജോലി പലർക്കും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു സമയം കൊണ്ടൊന്ന് പറയാമോ എന്താണ്? ആക്ച്വലി പേരുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലല്ല. നമ്മൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ജോബിൽ വിവിധ തരത്തിലുള്ള വർക്കുകളാണ് നമുക്ക് വരുന്നത്. മെയിനായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റിങ് ഓഫീസറാണ്. അതായത് പഞ്ചായത്ത് പദ്ധതികളുണ്ട്. ഇപ്പം കറവ പശുവിന് കാലിത്തീറ്റ കൊടുക്കുന്നത്, സബ്സിഡി കൊടുക്കുന്നത്, അതുപോലെ തന്നെ കറവ പശുവിനെ വാങ്ങുന്നത്, ഇങ്ങനെ പദ്ധതികൾ പഞ്ചായത്ത് ഇത്ര തുക നമുക്ക് ചിലവഴിക്കാൻ തരാം. അപ്പോൾ അത് ചിലവഴിക്കുക എന്നതാണ് ഇംപ്ലിമെൻറ്റിങ് ഓഫീസറായിട്ട് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതികളുണ്ട്, അത് കർഷകരിലേക്ക് എത്തിക്കുക. പിന്നെ കർഷക ഭവന സന്ദർശനങ്ങൾ നടത്തുക. പിന്നെ സൊസൈറ്റിയുടെ സംഘങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ആ ഒരു ഡ്യൂട്ടി പരമായി പല പല വൈവിധ്യമാർന്ന വർക്കുകളാണ് നമുക്ക് ഉള്ളത്. പൊതുവെ ജോലി ഇച്ചിരി എളുപ്പമുള്ള ജോലി അല്ലേ? നമുക്ക് എപ്പോഴും വലിയ ട്രാൻസ്ഫർ കിട്ടുമെങ്കിലും ഇല്ല അങ്ങനെ എളുപ്പം എന്ന് പറയുമ്പോഴത്തേക്കെങ്കിലും നമുക്ക് നല്ല അങ്ങനെ ഒരു ഓഫീസ് അങ്ങനെ ഇരുന്ന് അങ്ങനെ പ്രിസ്ക്രൈബായിട്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇപ്പം നമുക്കിങ്ങനെ വൈവിധ്യമായിട്ട് ഇങ്ങനെ എവിടെ പോയി സംഘത്തിൽ പോകാം, സംഘത്തിൽ ചെന്ന് പരിശോധന നടത്തുക, അങ്ങനെ നമുക്ക് കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 10 to 5 എന്ന് പറഞ്ഞൊരു ഫ്രെയിമിൽ ഇരുന്ന് ചെയ്യുക, അത് നമുക്ക് ഓഫീസ് വർക്ക് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതും കൂടി നമുക്കുണ്ട്. അപ്പം ഈ ഒരു ജോലിക്ക് ശേഷം ഇനി ഏതെങ്കിലും എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അതുകൂടാതെ നമ്മളിപ്പം നിലവിൽ വേറെ ഏതെങ്കിലും ലിസ്റ്റിലുണ്ടോ? അത് ഞാനിപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ വിളിച്ചപ്പോൾ തന്നെയായിരുന്നു UP സ്കൂൾ അസിസ്റ്റന്റ് വിളിച്ചത്. ഞാനത് സൈഡ് മാറ്റി വെച്ചിട്ടായിരുന്നു ഡയറി ഫാമിന് 3 മാസം പഠിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അപ്പം എനിക്ക് ഉറപ്പായി എന്തായാലും ഡയറി ഫാം കിട്ടുന്നു. പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് UP പഠിച്ച് എക്സാം എഴുതി. അതിന് എനിക്ക് 20ാമത്തെ റാങ്ക് ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ വേറെ എക്സാം HSA മിനി എൻ്റെ ലെവലിൽ HSAയിലോട്ട് നോക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. HSAയിലോട്ട് പ്രിപ്പയർ ചെയ്യാം അല്ലേ? ഓക്കെ. ഇന്റർവ്യൂ ക്ലാസ് തന്നില്ലായിരുന്നു. ആ ഇന്റർവ്യൂ ക്ലാസ്സിനെ പറ്റി എന്താ അഭിപ്രായം? ഡയറി ഈ എക്സാമിന് ശേഷം ഇന്റർവ്യൂ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫ്രീ മാസ്റ്റർ കീയുടെ ഉറപ്പായിട്ടും വെച്ചിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ പല പല ഫ്രീ ക്ലാസ്സുകളും ഞാൻ എന്ത് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം ഞാൻ മെയിനായിട്ടും എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയറി ടോപ്പിക് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ടോപ്പിക്കായിരുന്നു. ആ ടോപ്പിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഒട്ടും അത്രയ്ക്ക് അങ്ങോട്ട് നോളജ്. ആ സമയത്ത് ഓൺലൈനായിട്ട് ക്ലാസ് മാസ്റ്റർ കീയുടെ ഇടുമായിരുന്നു. അപ്പം ഞാൻ അത് ചെയ്യും സമയം കിട്ടുവാണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ആക്കിയിട്ടിരിക്കുന്ന ക്ലാസ്സുകൾ നോക്കുമായിരുന്നു. പിന്നെ എനിക്ക് മെയിനായിട്ടും പറയാനുള്ള, ഞാൻ എപ്പോഴും സാറിനെ ശല്യപ്പെടുത്തുമായിരുന്നു. ഓരോ ക്ലാസ്സും കിട്ടിയിട്ട് ഡൗട്ട് ചോദിക്കുമായിരുന്നു. എപ്പോഴും സാറിൻ്റെ അടുത്ത് ഡൗട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, സാർ ഇതല്ലല്ലോ, സാർ അതല്ലല്ലോ ആൻസർ. സാർ സമയം കിട്ടുമ്പോൾ അത് ക്ലിയർ ചെയ്ത് തരാറുണ്ടായിരുന്നു. നമ്മുടെ ഡയറി ഫാമിന്റെ ഏറ്റവും പുതിയ ഭാഷകളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താ? എന്തായാലും ജോലി കയറിയല്ലോ, അപ്പം കൃത്യമായിട്ട് ഉപദേശം കൊടുക്കാൻ ഏറ്റവും അർഹതയുള്ള ആളാണ്. അപ്പോൾ അതൊന്ന് പറയാമോ? ആദ്യം എത്രയും വേഗം നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കാതെ എത്രയും വേഗം തന്നെ ഏത് ക്ലാസ്സാണ് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആവുന്നത് ആ ക്ലാസ് നിങ്ങൾ ചൂസ് ചെയ്ത് ക്ലാസ് എടുക്കുക. ഓൺലൈനായിട്ട് എടുക്കുന്നതായിരിക്കും അഭികാമി. ഓഫ്ലൈൻ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. അതിനുശേഷം നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. +1 +2 ടെക്സ്റ്റ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് വെച്ചിട്ട് ക്ലാസ് തുടങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാതെ സ്വയമായിട്ട് പഠിച്ചു തുടങ്ങി പിന്നെ ആ ടോപ്പിക്കിനെ റിവൈസ് ചെയ്യാനായിട്ട് ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുക. പിന്നെ കറക്റ്റായിട്ട് മെയിൻ ആദ്യം എക്സാം അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ വെറും 2 മാസം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് പഠിച്ചത് 2 മാസമാണ്. അതിൽ 1 മാസമാണ് അടുപ്പിച്ച് പഠിച്ചത്, 2 മാസമാണ് കോഴ്സ് എടുത്ത് പഠിച്ചത്. പിന്നെ സയൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടും. അത്രയും വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ പരീക്ഷ, അതുകൊണ്ടാണ് ഇത്രയെങ്കിലും അതുകൊണ്ട് അത്രയും വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക, നേരത്തെ തന്നെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ എക്സാം ഉണ്ടല്ലോ, അപ്പോൾ എക്സാമിന് 2 ഘട്ടമുണ്ട്. അതായത് കൺഫർമേഷൻ വന്നതിന് ശേഷവും അതിന് മുമ്പും. അപ്പം കൺഫർമേഷൻ വന്നതിന് ശേഷം ഒരു ഡെയിലി എത്ര മണിക്കൂർ വെച്ച് പഠിക്കുമായിരുന്നു? നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ചെറുതായിട്ട് എടുക്കത്തുള്ളായിരുന്നു. കാരണം പാരലായിട്ട് മറ്റേ LD അങ്ങനെയുള്ള എക്സാംസ് ഞാൻ ചെറുതായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എക്സാമിൻ്റെ ഡേറ്റ് വന്നതിനാണോ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മെയിൻ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആ പരീക്ഷ മുൻനിർത്തി ഞാനൊരു രാവിലെ ഒരു 3 മണിക്കൂർ പഠിക്കും. പിന്നെ വൈകിട്ടും ഒരു 4 മണിക്ക് തുടങ്ങിയ ഒരു 8-10 അത്ര മണി വരെ പഠിക്കും. അതായത് ഒരു 4-3-7 മണിക്കൂർ അത്രയും പഠിച്ചിട്ടുള്ളൂ. അതും അതിനകത്ത് കൂടുതൽ ഞാൻ എക്സാം ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത്. കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്ന +2 സയൻസ് ആയതുകൊണ്ട് കുറച്ചുകൂടി അറിയാവുന്ന ടോപ്പിക്കാണ് എക്സാം. പിന്നെ ഡയറിയുടെ ടോപ്പിക്ക് അതിന് കുറേ സമയം ഞാൻ കൊടുക്കുമായിരുന്നു, 20 മാർക്കിൻ്റെ ഡയറി ടോപ്പിക്കിന്.
ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ സിലബസ് എന്ന് വെച്ചാൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, ഡയറി സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ടഫ് എന്ന് പറയുന്നത് ഡയറി സയൻസ് ആയിരിക്കും. അപ്പോൾ ഡയറി സയൻസ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ചുകൊണ്ടാണ് ഇത്രയും നല്ല റാങ്ക് കിട്ടുകയും അതേപോലെ തന്നെ ജോലി പ്രവേശിക്കാനും പറ്റിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ്ട് ഈ റിബയുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് ഒരു പാഠം പഠിക്കണം. അതായത് മാക്സിമം എക്സാംസ് നിങ്ങൾ എഴുതണം. മാക്സിമം എക്സാം എഴുതുമ്പോഴേ മാക്സിമം എറർ വരത്തുള്ളൂ. എങ്കിൽ മാത്രമേ അത് സോൾവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഏറ്റവും നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റത്തുള്ളൂ, മികച്ച ജോലിയും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതൊരു പാഠമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.